ദൈവം തന്ന നല്ല സാവകാശത്തിനായി പിന്നെയും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് യേശു പറഞ്ഞത് ഇന്ന് പകൽ ഇവിടെ ഒഴുകും. വലുതെന്ന് മനസ്സിൽ കാണുന്നതെല്ലാം ഇടിഞ്ഞു പോകും. അതൊന്നും നമ്മളെ സന്തോഷിപ്പിക്കുന്നതല്ല. അതെല്ലാം താൽക്കാലികമായ മാത്രം സന്തോഷമാണ്. എന്നാൽ അത്യുന്നതന്റെ വിശുദ്ധ നിവാസമായ ദൈവത്തിന്റെ സഭയെ സന്തോഷിപ്പിക്കുന്നത് പ്രൗഢഗംഭീരമായ കെട്ടിടങ്ങളല്ല, അവിടുത്തെ ചുറ്റുപാടുകളല്ല, ഫർണിച്ചറല്ല, പാർക്കിംഗ് ലോട്ടല്ല, കാറല്ല, ഒന്നുമല്ല. പിന്നെയോ അവർ കൂടി വരുമ്പോഴൊക്കെയും ആത്മനന്ദി അവിടെ ഒഴുകുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് സന്തോഷം എന്ന് പറയുന്നു. ക്രിസ്തുവിന്റെ ശരീരം നമുക്കായി തകർക്കപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായി ഈ അപ്പം വാങ്ങി ഭക്ഷിക്കാം. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിന്റെ ഓർമ്മയ്ക്കായി ഈ പാനപാത്രങ്ങളെ വാങ്ങി പാനം ചെയ്യും.